പപ്പാ ടാങ്ക് നിറക്കണം. ഞാനോ? പിന്നെ ഞാനോ? സംസാരിച്ച് വെക്കാൻ നേരമില്ല. പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല, വേഗം വേണം. എടാ നീ വെള്ളം നിറച്ചില്ലേ? അവനോട് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ അടുക്കള വെള്ളമില്ല, ഞാൻ എന്ത് ചെയ്യും? തന്നെത്താൻ കോരിക്കൊള്ളണം. നീ കീറണ. ഇതുപോലെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഹാർഷായിട്ടല്ലെങ്കിൽ കൂടെ പലപ്പോഴും നമ്മൾ മുതിർന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ രണ്ട് ഡിഫറെൻ്റ് ഒപ്പീനിയൻ പറയുക, അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതല്ല. പക്ഷെ ആ ഒരു സമയത്ത് കുട്ടി ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ ചിന്തിക്കാറുമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വീട്ടിലുള്ള മുതിർന്ന മറ്റൊരാൾ വന്നിട്ട് പറയുകയാണ്, അത് സാരമില്ല, കുറച്ച് നേരം കൂടെ കണ്ടോളൂ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നിരന്തരം വീട്ടിലുണ്ടാവുകയാണെങ്കിൽ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതൊരു കാരണമാവും. പിന്നെ പലപ്പോഴും ഫ്രസ്ട്രേഷനും ബിഹേവിയറൽ പ്രോബ്ലംസും ഒക്കെ ഇത് കാരണം ഉണ്ടാവാം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മളൊരു കാര്യം കുട്ടീനോട് പറയുമ്പോൾ അത് ബാക്കിയുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് വേണം അത് കുട്ടീനോട് പറയാനായിട്ട്. അതുപോലെ തന്നെ ബൈ ചാൻസ് നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിൽ മാറ്റം വരികയാണെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷനും കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം.